ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഇരിക്കുന്നത് ട്രെയിനിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഹനോവറിലാണ്. അപ്പോൾ നമ്മൾ ക്രിസ്മസ് മാർക്കറ്റ് കാണാമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഹനോവറിൽ വന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ ഹാംബുർഗ് പോയി. അപ്പോൾ ഈ വർഷം നമ്മൾ ഹനോവറാണ് കാണാമെന്ന് വിചാരിച്ചിട്ട് വന്നിരിക്കണത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങി വീട്ടിൽ നിന്ന്. അപ്പോൾ ഇവിടെ ഒരു മലയാളി റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും പറഞ്ഞിട്ട് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ടില്ല ഇതുവരെ. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തായാലും ഹനോവറിലേക്ക് വരികയാണല്ലോ, അപ്പോൾ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ട് ഇന്നൊരു സാറ്റർഡേ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ട് ആ റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡെല്ലാം കഴിച്ച് പിന്നെ അങ്ങനെ ക്രിസ്മസ് മാർക്കറ്റ് എല്ലാം കണ്ട് പോകാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചിരിക്കണത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഹനോവറിലേക്ക് വരുന്നത്. നമുക്ക് ബ്രിമണിയിൽ നിന്ന് ഇങ്ങോട്ടൊരു 1 മണിക്കൂറുള്ളൂ. അപ്പോൾ ഇന്നലെയാണ് ഞങ്ങൾ പെട്ടെന്ന് ഹനോവറിലേക്ക് പോകാമെന്നുള്ളത് തീരുമാനിച്ചിട്ട്. ആദ്യം ഞങ്ങൾ വേറെ ക്രിസ്മസ് മാർക്കറ്റാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ പെട്ടെന്ന് എന്താണെന്നറിയില്ല, ഹനോവർ പോകാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തി ഇന്നലെ. പിന്നെ ഇന്നലെ തൊട്ട് ഇവിടെ എല്ലാവർക്കും വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞങ്ങൾ പിന്നെ പെട്ടെന്ന് വരാമെന്ന് വിചാരിച്ചു. കാരണം മിക്ക ക്രിസ്മസ് മാർക്കറ്റും 23-ാം തീയതിക്ക് ആകുമ്പോൾ അടയ്ക്കും. പിന്നെ ചിലത് മാത്രമാണ് വളരെ കുറച്ച് മാത്രം 30-ാം തീയതി വരെ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ എന്തായാലും ആദ്യം ഹനോവർ പോയി കാണാമെന്ന് വിചാരിച്ചു. നമുക്ക് എന്തായാലും കാണാം. അപ്പോൾ നമ്മൾ പോയിട്ടുള്ളത് മലബാർ റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ, ഹനോവറിൽ നിന്ന് നമുക്ക് ഒരു 15-20 മിനിറ്റ് നമുക്ക് ലോക്കൽ ട്രെയിൻ എടുത്ത് പോകണം. പിന്നെ അവിടെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അടുത്ത് തന്നെ റെസ്റ്റോറൻറ്റ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും പോയിട്ടില്ലാത്തവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വഴി പോകുമ്പോൾ ഒന്ന് കയറി നോക്കിക്കോളാം. നല്ല അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അഡ്രസ്സ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ കയറി ചെക്ക് ചെയ്ത് നോക്കിക്കോളാം. അപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഒരു വട്ടം ഞങ്ങൾ ഒരുമിച്ച് പോകാൻ പ്ലാൻ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല കേട്ടോ. അവരൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവസാനം ഞങ്ങളും അങ്ങനെ എത്തി. അപ്പോൾ നമ്മളങ്ങനെ ഒരുപാട് വഴിയൊക്കെ തെറ്റി അവസാനം വഴി കണ്ടുപിടിച്ച് നമ്മളിവിടെ എത്തിയിട്ടാണ്. നമ്മൾ മാത്രമല്ല വേറെ കുറച്ച് പേരായിരുന്നു നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു, മലയാളീസ്. പിന്നെ നമ്മൾ മെനു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മെനു നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ ബിരിയാണി കഴിക്കാനാണ്. എന്നാലും ജസ്റ്റ് ഒന്ന് മെനു നോക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് നമുക്ക് സംഭവങ്ങൾ വന്നിട്ട് കാണാൻ എന്തൊക്കെയുണ്ട് എന്നുള്ളത്. അതാണോ? ആണോ? ഏതാ നല്ലത്? ചേട്ടൊന്നും കഴിച്ചിട്ടില്ല. ബീഫോ അല്ലെങ്കിൽ ചിക്കനോ? ആ, ചിക്കൻ വരും. നിനക്ക് ഏതാ വേണ്ടടാ? നിധി പൊറോട്ട വേണോ കിഴി പൊറോട്ട വേണോ? നിധി പൊറോട്ട എന്ന് പറഞ്ഞാൽ ചിക്കനും ബീഫും മുട്ടയും വരും. കിഴി എന്ന് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ്റെ ആണെങ്കിൽ ചിക്കൻ വരും, അല്ല ബീഫിൻ്റെ ആണെങ്കിൽ ബീഫ് വരും. അതാ വേണ്ടത്. എന്നാൽ നിധി പൊറോട്ട ചേട്ടന്. പിന്നെ ഒരു ഗീ റോസ്റ്റ്, പിന്നെ ഒരു ചിക്കൻ ബിരിയാണി. ആണോ? വേണ്ട, ഇത് കഴിഞ്ഞിട്ട് ഞങ്ങള് സെറ്റാക്കാന്ന്. അതെയാ, എന്നാ ഞങ്ങൾ അങ്ങോട്ട് വന്നല്ലോ. അയ്യോ, ആ ഹോസ്പിറ്റലിന്റെ അടുത്താണോ അത്? ആ, വേറെ ആരും ഇല്ലല്ലോ ഇപ്പോൾ ഇവിടെ മലയാളീസ്? അതുള്ളൂ. പക്ഷെ ഞാൻ ഇയാളെ ഇവിടെ കണ്ട പോലെ എനിക്ക് തോന്നുന്നു. നല്ല മുഖം പരിചയമൊക്കെ. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തത് ബിരിയാണി എത്തി. പിന്നെ ഞാനൊരു കരിമീനല്ല, മീൻ പൊള്ളിച്ചത്. നല്ല ചൂടുണ്ട്, നല്ല മണം വരുന്നുണ്ട്. നമ്മുടെ മീൻ പൊള്ളിച്ചത്. ഇനി അടുത്തത് ഇത് നമ്മുടെ ചേട്ടൻ ഓർഡർ ചെയ്ത നിധി പൊറോട്ട. കിഴി പൊറോട്ട അല്ല കേട്ടോ, ഇതാണ് നിധി പൊറോട്ട. ഇതിൽ ചിക്കനും ബീഫും മുട്ടയും എല്ലാം ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് വാവ്, നല്ല മണം വരുന്നുണ്ട്. അടിപൊളി. ഇനി ഞാനൊന്നും പറയണില്ല,
എൻ്റെ ശ്രദ്ധ മുഴുവൻ ബിരിയാണിയിലാണ്. ബിരിയാണിയുടെ കൂടെ നമുക്ക് അച്ചാറുണ്ട്, സർലാസ് ഉണ്ട്. കുട്ടൂസ് ഇവിടെ ഓൾറെഡി കഴിച്ച് കഴിഞ്ഞു കേട്ടോ. അവൻ്റെ ഗീ റോസ്റ്റും അവൻ കഴിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് കാണാം. അവിടെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ ബിരിയാണിയുടെ ഇനി വേണോ അന്നേരം കൂടി പറയാം. നമ്മളാണ് ഒരുവിധം ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി കുറച്ച് നേരം കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. ഫിഷ് കഴിഞ്ഞു. അപ്പോൾ ഇവർക്ക് ഇവിടെ ഒരു ചെറിയൊരു ഷോപ്പുണ്ട് ഗ്രോസറിയുടെ. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. കൊണ്ടുവന്നോ. അപ്പൊ ഇവനാണ് ഇവിടത്തെ മെയിൻ ഡാവ്. നമ്മുടെ ഇവിടെ വന്ന് ഇവനോട് ചോദിച്ചാൽ മതി, എല്ലാ വിവരങ്ങളും അറിയുന്നു. പറയേ. കടല, പയറ്, പരിപ്പ്, ഓക്കെ. അപ്പോൾ നമ്മൾ ഇവിടെ കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ ബില്ലിടുന്നു, നേരെ ക്രിസ്മസ് മാർക്കറ്റിലോട്ട് ഇതെല്ലാം കൊണ്ടുപോകും. അപ്പോൾ നമ്മളങ്ങനെ ഹനോവറിലെത്തി. ഹനോവറിൽ ക്രിസ്മസ് മാർക്കറ്റ് കാണാൻ വേണ്ടി നമ്മളിവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. ബാക്കിലല്ല, ഫ്രണ്ടിൽ ഇത് ക്രിസ്മസ് മാർക്കറ്റാണ്. നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ തന്നെ. അപ്പോൾ നമുക്ക് പോവാം. കുട്ടു, അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങാൻ പറ്റണില്ലല്ലോ. അടിപൊളി എടുക്കടാ, സൂപ്പറായിട്ടല്ലോ കേട്ടോ. വാവ്, സൂപ്പറായിട്ടുണ്ട്. ക്രിസ്മസ് മാർക്കറ്റ് കണ്ടോ കൂട്ടോ. ചെറിയ ജയന്റ് വീലുണ്ട്, കാരണം നിനക്ക് കുട്ടികളുടെ. അപ്പോൾ നമ്മൾ അങ്ങനെ ക്രിസ്മസ് മാർക്കറ്റിൽ എത്തിയിട്ടാണ്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങിയതും ക്രിസ്മസ് മാർക്കറ്റാണ്. ഭയങ്കര സെക്യൂരിറ്റി ആട്ടോ. ഇന്നലെ ക്രിസ്മസ് മാർക്കറ്റിൽ ഇവിടെയല്ല, വേറൊരു സ്ഥലത്ത് ഒരാൾ കാറ് കൊണ്ടുപോയിട്ട് ഒരു പ്രശ്നം ഉണ്ടായി. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അത് കാരണം തന്നെ ഭയങ്കര സെക്യൂരിറ്റിയാണ്. പിന്നെ നമ്മൾ പിള്ളേരൊക്കെ കൊണ്ടുവരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൈവിടരുത്. നല്ല ഡെക്കറേഷൻ ആട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ പോണ്ടേന്ന് അറിയണില്ലല്ലോ. ഇപ്പൊ ഏകദേശം കഴിയാറായി തുടങ്ങി. 2-3 ദിവസത്തിൽ അവസാനിക്കും. അത് കാരണം നല്ല തിരക്കുണ്ട്. നേരെ കാണുന്ന ഒരു സംഭവം കണ്ട, അതിൻ്റെ താഴെ ഒരു ബ്ലൂ വൈൻ്റെ ഷോപ്പ് ഉണ്ട് കേട്ടോ. നമുക്ക് പറ്റുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് കുടിക്കാം, ഇല്ലെങ്കിൽ വേറെ സ്ഥലത്ത് നിന്ന് കുടിക്കാം. ആക്ച്വലി നമുക്കിപ്പോൾ വിശക്കണമില്ല, ദാഹിക്കണമില്ല. കാരണം നമ്മൾ ഓൾറെഡി നല്ല ഫുഡ് കഴിച്ചിട്ടാണ് വന്നിരിക്കണത്. അത് കാരണം ഇനി വൈകുന്നേരം വരെ എന്തായാലും വിശക്കില്ല. പക്ഷെ നമുക്ക് എന്തെങ്കിലും ഫുഡൊക്കെ ട്രൈ ചെയ്യണമല്ലോ. അതിൻ്റെ ഉള്ളിലാണ്, അത് വെറുതെ ഒരു ഇത് മാത്രമാണ്, അത് വൈൻ ഷോപ്പാണ്. അപ്പോൾ നമ്മളങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പോവാ കേട്ടോ. ടയേർഡാണ് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട്. ഭയങ്കര തിരക്കാണല്ലോ. ഫുഡും അമ്മയുടെ കൈ വിടരുത്. ഓ, നല്ല സ്റ്റാർ അല്ലേ? ഈ സ്റ്റാർ ഒന്ന് കാണിക്ക്. ഇത് നമ്മുടെ നാട്ടിൽ പണ്ടൊക്കെ ഉള്ള ഒരു സൈസ് ഡിസൈൻ സ്റ്റാർ പോലെ ഇല്ലേ? വാ,
അപ്പോൾ ആദ്യം തന്നെ നമ്മളിത് ഈ കാണുന്ന സംഭവം, അതിൻ്റെ പേര് ഷ്മാൾസ് കുഹൻ എന്നാട്ടോ, അതാണ് വാങ്ങിയത്. പിന്നെ അതിന് ശേഷം പിന്നെ നമ്മൾ ഗ്ലൂ വൈൻ വാങ്ങിയത് വേറെ ഒന്നുമല്ല, ഗ്ലാസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, മഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുട്ടൂസിനെ ഞാൻ ക്രിസ്മസ് മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്നത് ചുറോസ് വാങ്ങിച്ച് തരാമെന്ന് പറഞ്ഞിട്ട്, അങ്ങനെ പറഞ്ഞാൽ മാത്രമേ വരുള്ളൂ. പിന്നെ അപ്പോഴേക്കും ചെറുതായിട്ട് മഴ ചാറാൻ തുടങ്ങിയിട്ടാണ്. അപ്പം ഞങ്ങൾ വേഗം ഒരു അടുത്തുള്ള ഷോപ്പിലേക്ക് ചാടി കയറി കഴിഞ്ഞപ്പോഴാണ് ഞാൻ കാണുന്നത് അത് സലാൻഡോ ആയിരുന്നു. അപ്പോൾ പിന്നെ മഴ കഴിയണ വരെ ഞങ്ങൾ അവിടെ നിൽക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് ഡ്രസ്സ് നോക്കി. പിന്നെ അത്രയും നേരം നമ്മളവിടെ നിന്നതാണല്ലോ, പിന്നെ നമ്മൾ വെറും കൈയോടെ ഇറങ്ങി വരണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ടോപ്പും ഒരു ക്യാപ്പും വാങ്ങി. അപ്പോൾ നമ്മളങ്ങനെ ഹനോവറിലത്തെ ക്രിസ്മസ് മാർക്കറ്റ് കുറച്ച് കണ്ടു കഴിഞ്ഞു. ചെറുതായിട്ട് മഴ തൂളിയപ്പോൾ നമ്മൾ വേറെ കടയിൽ കയറി നിൽക്കായിരുന്നു. അപ്പോൾ ഇപ്പം മഴ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം കൂടി ഇവിടെ കറങ്ങാമെന്ന് വിചാരിക്കുന്നു. ഇനി വീഡിയോ എടുക്കൽ അത്ര പറ്റില്ല, കാരണം ഭയങ്കര തിരക്കാണ്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ നടക്കുമ്പോൾ നമുക്കെല്ലാം ശ്രദ്ധിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മളങ്ങനെ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കറങ്ങിയിട്ട് വീട്ടിൽ. ഇപ്പോൾ ഇവിടെ ഒരു ക്രിസ്മസ് മാർക്കറ്റ് അല്ല കേട്ടോ, കുറച്ച് വേറെയൊക്കെ ക്രിസ്മസ് മാർക്കറ്റുകൾ ചെറുതൊക്കെ ആയിട്ടുള്ളതുണ്ട്. കുറച്ച് വേറെ അങ്ങോട്ടൊക്കെ നീങ്ങിയിട്ട് കുറച്ച് നമ്മൾ ജസ്റ്റ് അതുകൂടെയൊക്കെ ഒന്ന് നടന്നിട്ട് തിരിച്ച് വീട്ടിൽ പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. പുതിയ തൊപ്പിയൊക്കെ ചേട്ടനെ കൊണ്ട് സെറ്റാക്കി പിടിച്ച് ബൈ. പിന്നെ നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് ഫുഡൊന്നും ട്രൈ ചെയ്യാൻ പറ്റിയില്ല കേട്ടോ, കാരണം നമ്മൾ ഓൾറെഡി ഫുള്ളാണല്ലോ. ബിരിയാണിയൊക്കെ നല്ലോണം കഴിച്ചിട്ട് വന്നിരിക്കുകയാണല്ലോ. അപ്പോൾ അത് കാരണം അധികം വലിയ കാര്യമായിട്ട് കഴിക്കാൻ പറ്റിയില്ല. അത് കാരണം ഞങ്ങൾ കുറച്ച് നേരം കൂടിയും കറങ്ങിയിട്ട് എന്തെങ്കിലും ഒന്നുകൂടി ട്രൈ ചെയ്യാൻ പറ്റുമോ നോക്കും. എന്നാൽ നമ്മൾ വീട്ടിൽ പോകും. അപ്പോൾ ബാ.